ചേർക്കാൻ പോകുന്നത് മത്തി മുളകിട്ടത്. ഞാനിവിടെ ചെറിയ മത്തിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 6-7 എണ്ണം ഉണ്ട്. ഇത് ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ആവശ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക്, അത് ഞാൻ ചെറുതായിട്ട് മുറിച്ചതാണ്, പിന്നെ കറി ലീവ്സ്, അതുപോലെ തന്നെ നമുക്ക് കുടംപുളി ആവശ്യമുണ്ട്. ഇത് ഞാൻ നന്നായി വാഷ് ചെയ്ത് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ പുളി നന്നായിട്ട് ഇതിനകത്തോട്ട് ഇറങ്ങി വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് മസാല ഉണ്ടാക്കുന്ന സമയത്ത് ഈ വെള്ളം കൂടെ അതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ട ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാളയായാലും മതിയാവും. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടി ഒരു തക്കാളിക്കയും ആവശ്യമുണ്ട്. ഞാനിത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ആദ്യം തന്നെ മൺചട്ടി നമുക്ക് അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കടുക് കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാളയായാലും ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും. ഈ ചെറിയ ഉള്ളി മുഴുവനായിട്ട് തന്നെയാണ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത്തിരി വലിയ ഉള്ളിയാണെങ്കിൽ 2 പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കാം. ഇപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചത് നമുക്കിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പേസ്റ്റ് പോലെ അരച്ചതല്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണിത്. ഇത് നമുക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. നന്നായിട്ട് അത് വഴന്നിട്ടുമുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഞാൻ ചെറിയ പീസായിട്ടാണ് അരിഞ്ഞിരുന്നത്. ഇത് നമ്മുടെ കറിയുടെ ഗ്രേവി ഇല്ലേ, അതിന് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണ തക്കാളി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കറിക്ക് നല്ലൊരു കളറും കിട്ടും. തക്കാളിയും അതുപോലെ തന്നെ വഴറ്റി നമുക്ക് നല്ലതുപോലെ എടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കീറി വെച്ചിരുന്ന പച്ചമുളക് കൂടെ ആഡ് ചെയ്യാം. പച്ചമുളക് ഇട്ടതിന് ശേഷം നല്ലതുപോലെ വഴറ്റി ഇതിൻ്റെ എല്ലാ പച്ചമുളകും മാറ്റിയെടുക്കാം നമുക്ക്. ഇപ്പം ഏകദേശം എല്ലാം നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില കയ്യിലിട്ടത് ഞെരടിയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി ഒന്ന് നമുക്ക് ഈ കൂട്ടിലേക്ക് യോജിപ്പിക്കാം. അപ്പോൾ കറിവേപ്പിലയുടെ ആ ഫ്ലേവർ നമ്മുടെ ഈ കറിക്ക് കിട്ടുകയും ചെയ്യും. ഇനി നല്ലതുപോലെ ഇളക്കി എല്ലാം ഒന്നുകൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് തക്കാളി ഇതെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി. ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ഉലുവാപ്പൊടിയാണ്. ഞാനൊരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതും നന്നായിട്ട് ഇളക്കി നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ ഉലുവാപ്പൊടി ചേർക്കുന്നില്ലെന്നുണ്ടെങ്കിൽ കടുക് വറുക്കുന്ന സമയത്ത് നമുക്ക് ഉലുവ ഡയറക്റ്റ് ഇട്ട് കൊടുത്ത് നമുക്ക് മൂപ്പിച്ച് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഉലുവാപ്പൊടിയാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പം അടുത്തായിട്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് മുളക് പൊടിയാണ്. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. ഈ പൗഡറൊക്കെ ഇടുന്ന സമയത്ത് തീ എപ്പോഴും സിമ്മിലായിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ കുടംപുളിയും ആ വെള്ളവും ഒന്നിച്ച് തന്നെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി ഈ മിക്സ് നമുക്കൊന്ന് യോജിപ്പിക്കാം. അടുത്തായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്ക് ഈ ഗ്രേവി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. വെള്ളം ഒഴിക്കുമ്പം നമ്മുടെ മത്തി ഇടുമ്പോൾ അത് ശരിക്കും മുങ്ങിക്കിടക്കത്തക്ക വിധത്തിലുള്ള വെള്ളം വേണം ഒഴിക്കാൻ. കൂടുതൽ വെള്ളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവി അങ്ങ് ഭയങ്കരമായിട്ട് വെള്ളമായി പോവും, ഒരു തിക്നെസ് ഉണ്ടാകത്തില്ല. അപ്പം നമ്മുടെ മീൻ മുങ്ങിക്കിടക്കത്തക്ക വിധത്തിലുള്ള വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്യുന്നത്. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് വേണം കൂടുതലായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി. ഇനി നമുക്കിത് അടച്ചു വെച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം.
ഇപ്പം നമ്മുടെ ഗ്രേവി നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മത്തി ഇട്ട് കൊടുക്കുക. അതിനകത്തേക്ക് മത്തി ഇടുമ്പോൾ പ്രത്യേകം കൈ ഒന്ന് ശ്രദ്ധിക്കുക. കൈ പൊള്ളാണ്ട് നല്ല കെയർഫുള്ളായിട്ട് വേണം നിങ്ങൾ മത്തി ഇട്ട് കൊടുക്കാൻ. മത്തി മുഴുവനും ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. അതിനുശേഷം ഇത് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. കഴിവതും സ്പൂൺ ഉപയോഗിച്ച് ഇളക്കാതെ മൺചട്ടിയുടെ 2 സൈഡിലും പിടിച്ച് നമുക്കൊന്ന് കറക്കി എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി കൊടുക്കാം. കാരണം സ്പൂണിട്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ മത്തി പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ മത്തിക്ക് അധികം വേവുള്ളതല്ല. കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 7-8 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ നമ്മുടെ ഈ കറി തയ്യാറായി വരാൻ വേണ്ടി. ഇനി വീണ്ടും നമുക്കൊന്ന് അടച്ചു വെച്ച് ബാക്കിയൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഒരു 7-8 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മത്തി നല്ലതുപോലെ വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലതായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം തീ ഓഫ് ചെയ്ത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ആ കറിവേപ്പില ഫ്ലേവർ നല്ലതായിട്ട് ആ കറിയിലേക്ക് ഒന്നുകൂടെ കിട്ടും. അങ്ങനെ നമ്മുടെ മത്തി മുളകിട്ടത് ഇവിടെ റെഡി ആയിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.